ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജാബിർ വണ്ടൂരാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറുണ്ട് വാട്സപ്പിൽ. അതായത് അറിയാത്തവർക്കായി, അറിയുന്ന ആളുകളുണ്ടാവും. അത് വാട്സപ്പിൽ അവതാർ പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമ്മളെ ഇമേജ് എങ്ങനെ പ്രൊഫൈലിൽ സെറ്റ് ചെയ്യാം, പിന്നെ അതേപോലെ നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഇമേജ് അയച്ചു കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലായ യൂട്യൂബ് ചാനൽ, അതേപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതിലൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് ഫോളോ അപ്പ്. ഇതുപോലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യാം. പിന്നെ നമ്മൾ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളൊരു സപ്പോർട്ടാണ് പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം വരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ വാട്സപ്പ് എടുക്കുക. വാട്സപ്പ് എടുത്തിട്ട് ഇതിൻ്റെ വലത് ഭാഗത്ത് ഉള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുക. സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അക്കൗണ്ട്സ്, പ്രൈവസി, അവതാർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവതാറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും ഇൻ്റർഫേസ്. അതിൽ ക്രിയേറ്റ് യുവർ അവതാർ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൽ ക്രിയേറ്റ് ഫ്രം സെൽഫി, ക്രിയേറ്റ് മാനുവലി ആണെങ്കിൽ മാനുവലി ചെയ്യാമല്ല, ക്രിയേറ്റ് ഫ്രം സെൽഫിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എൻ്റെ ഫോട്ടോ വന്നു. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫോട്ടോ എങ്ങനെയാണ് ഇതിൽ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാനൊരു പിക്ചർ എടുക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റ് യുവർ അവതാർ എന്നുള്ളൊരു സംഭവം ഇങ്ങനെ വരും. ജസ്റ്റ് മൊമെൻറ്റ് വർക്കിംഗ് സം മാജിക് എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ നമ്മളതായി. ഓക്കെ. അപ്പോൾ ബോഡി ടൈപ്പ് പറഞ്ഞിട്ടുള്ള സംഭവം വരും. ആൾ, മസിൽസ്, ഫെമിൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൽ ഫസ്റ്റത്തെ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വരും. അപ്പോൾ സേവ് ആൻഡ് ഇത് നമ്മൾ ഇഷ്ടാനുസരണം നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ സേവ് ആൻഡ് കണ്ടിന്യൂ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവതാർ ക്രിയേറ്റ് ആകാൻ പോകണം. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞ് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഈ നെറ്റിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ സ്റ്റൈൽ ഇതിൽ ഹെയർ, മേക്കപ്പ്, ഫേസ്, ബോഡി, ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഡ്രസ്സുകൾ നമ്മൾ മാറ്റാം. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും. പിന്നെ ഷൂസ് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഷൂ മാറും. ഇങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം നമ്മളെ ഇത് മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ മേക്കപ്പ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ആ ഫേസിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെ കളറുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മളിപ്പോൾ വൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരും. അപ്പോൾ ഈ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ പിന്നെ ഈ 3 ഡോട്ടിൽ നമുക്കത് അവതാർ വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് വെക്കുക. ഈ ജസ്റ്റ് സേവ് ചെയ്യുക. അപ്പോൾ അത് എൻ്റെ ഇതിന് അപ്പോൾ അവതാർ അപ്ഡേറ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഓക്കെ. അപ്പോൾ എന്നതിന് ശേഷം നമ്മൾ ഇതിൽ ഇതായി കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈലിൽ ഇങ്ങനെ വരും. എന്നതിന് ശേഷം ക്രിയേറ്റ് പ്രൊഫൈൽ ഫോട്ടോ, പിന്നെ ബ്രൗസ് സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇത് ചെയ്യാൻ പറയാൻ തന്നെ അറിയാലോ. ഇതൊക്കെ നമ്മളെ സ്റ്റിക്കറുകളാണ്, നമ്മളെ ഇമേജിൻ്റെ ഇത്. അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക അത്രേ ഉള്ളൂ. കണ്ടോ, എഡിറ്റ് അവതാർ നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ആർക്കാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഈ ക്രിയേറ്റ് പ്രൊഫൈൽ ഫോട്ടോയിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. നമ്മളെ പ്രൊഫൈൽ ഫോട്ടോ ഓക്കെ ആയി. നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനനുസരിച്ച് മാറ്റാം. ഓക്കെ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് മാറ്റാം. ഇങ്ങനെയാണെങ്കിൽ ഇത്. അപ്പോൾ ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റഡായി, പ്രൊഫൈൽ ഫോട്ടോ അപ്ഡേറ്റഡായി. ഓക്കെ. അത് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം, കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഫൈലിൽ വന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം നമ്മളെ പ്രൊഫൈലിൽ നമുക്ക്
എന്ത് ചെയ്യാം, ഇത് ചെയ്യാം, സെറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അറിയാത്ത ആളുകൾക്കായിട്ട്, നിങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടാവും, അറിയാത്ത ആളുകൾക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ.